തെളിവുകൾ അർത്തു നമ്മളിപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രതികരണത്തിൽ കേട്ടതുപോലെ തന്നെ വോട്ട് നീക്കം ചെയ്യപ്പെട്ട വോട്ടുകളും കൂട്ടിച്ചേർക്കപ്പെട്ട വോട്ടുകളുടെയും എണ്ണം നമ്മെ ആശങ്കപ്പെടുത്തും വിധം വലുതാണ് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ജനങ്ങളെ പറ്റിക്കുകയാണ് എന്ന് തൻ്റെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. വോട്ടർ പട്ടികയിൽ കൃത്രിമം നടത്തിക്കൊണ്ട് വോട്ടർ പട്ടികയിൽ കൃത്രിമം നടത്തിക്കൊണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ജനങ്ങളെ പറ്റിക്കുകയാണ്, തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നുണ പറയുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ബീഹാറിലടക്കം വോട്ടെടുപ്പിന് മുൻപ് നീക്കം ചെയ്യപ്പെട്ടത് 3.5 ലക്ഷം വോട്ടർമാരാണ് എന്നാണ് പറയുന്നത്. ലോക്സഭയിൽ വോട്ട് ചെയ്ത ശേഷം നിയമസഭാ വോട്ടെടുപ്പിന് എത്തുമ്പോഴാണ് അവർ അറിയുന്നത് തങ്ങൾക്ക് വോട്ടില്ല എന്നത്. ഇത്തരത്തിൽ വോട്ട് പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ട നിരവധി പേരുടെ വീഡിയോകൾ അവർ തങ്ങളുടെ വോട്ടർ ഐ ഡി കാർഡുകൾ പ്രദർശിപ്പിച്ചുകൊണ്ട് തങ്ങൾ വോട്ട് ചെയ്യാൻ പോയപ്പോൾ ഇത്തരത്തിൽ വോട്ടില്ല എന്ന വിവരം അറിഞ്ഞു എന്ന് പറയുന്ന വീഡിയോകൾ അദ്ദേഹം പ്രദർശിപ്പിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഇക്കുറി തൻ്റെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം നിരവധി BJP നേതാക്കളുടെ വാർത്താ സമ്മേളനങ്ങളുടെയും പ്രതികരണങ്ങളുടെയും വീഡിയോ ദൃശ്യങ്ങൾ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതായത് വോട്ടുകൊള്ള നടത്താൻ വിജയത്തിന് വേണ്ടി വോട്ടുകൊള്ള നടത്താൻ മടിയില്ല എന്ന് പറയുന്ന വീഡിയോ ദൃശ്യങ്ങൾ അദ്ദേഹം പ്രദർശിപ്പിച്ചിരുന്നു എന്നുള്ളതാണ്. അതിലൊന്ന് കേരളത്തിൽ നിന്നുള്ള BJP നേതാവ് B. ഗോപാലകൃഷ്ണന്റെ വളരെ വിവാദമായ ഒരു പരാമർശമുണ്ടായിരുന്നു. ആ വീഡിയോയും ഇന്ന് അദ്ദേഹം അവിടെ പ്രദർശിപ്പിക്കുകയുണ്ടായി. വേണമെങ്കിൽ കശ്മീരിൽ നിന്ന് വരെ ആളെ കൊണ്ടുവന്ന് വോട്ട് ചെയ്യിക്കും എന്ന് B. ഗോപാലകൃഷ്ണൻ പറയുന്ന ഒരു വീഡിയോ, ഒരു പ്രതികരണമുണ്ട്. ആ പ്രതികരണവും ഇന്ന് ആ വേദിയിൽ പ്രദർശിപ്പിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രത്യേക ഉള്ള കാര്യം എന്ന് പറയുന്നത്, തിരഞ്ഞെടുപ്പ് കമ്മീഷൻ CCTV ദൃശ്യങ്ങൾ, പോളിംഗ് ബൂത്തുകളിലെ CCTV ദൃശ്യങ്ങൾ പുറത്തുവിടാത്തതും നശിപ്പിക്കുന്നതും ഈ വോട്ടുകൊള്ള പുറത്തു വരാതിരിക്കാനാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം ഒരേ ആൾ തന്നെ പല ബൂത്തുകളിൽ പലതവണ വോട്ട് ചെയ്യുന്നു, പലപ്പോഴും കൃത്യമായ കാർഡുകൾ ഇല്ലാത്തവർ വന്ന് വോട്ട് ചെയ്യുന്നു. ഇത്തരം കാര്യങ്ങളൊന്നും പുറത്തു പോകാതിരിക്കാനാണ്. അതായത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ബ്രസീലിയൻ യുവതിയുടെ ഫോട്ടോ ഉപയോഗിച്ച് 10 ബൂത്തുകളിലായി 22 തവണയാണ് വോട്ട് ചെയ്തിരിക്കുന്നത്. ഒരു ബൂത്തിൽ എന്തായാലും 2 തവണയിലധികം വോട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് സംശയാതീതമായി തന്നെ നമുക്ക് പറയാൻ കഴിയും. അതോടൊപ്പം തന്നെ വ്യാജ വോട്ടുകളുടെ എണ്ണം, ഹരിയാനയിലെ മാത്രം വ്യാജ വോട്ടുകളുടെ എണ്ണം എന്ന് പറയുന്നത് ലക്ഷത്തിൽ അധികമാണ്. 5 ലക്ഷത്തിലധികം വ്യാജ വോട്ടുകളാണ് അവിടെയുള്ളത്. 1,24,177 വോട്ടർമാരുടെ ഐഡിയിലുള്ളത് വ്യാജ ഫോട്ടോകളാണ്. 93 വയസ്സുള്ള വൃദ്ധൻ എന്ന് പറയുന്ന ഒരാളുടെ വോട്ടർ ഐഡിയിലുള്ളത് ഒരു ബാലകന്റെ ഫോട്ടോയാണ്. 102 വയസ്സുള്ള ഒരു സ്ത്രീയുടെ വോട്ടർ ഐഡിയിലുള്ളത് ഒരു പുരുഷന്റെ ഫോട്ടോയാണ്. അതുപോലെ തന്നെ 93,174 വ്യാജ അഡ്രസ്സുകളാണ് ഉള്ളത്. ഈ കാര്യങ്ങളൊന്നും തന്നെ ഒരേ ആളുകൾ തന്നെ പലതവണ ബൂത്തിൽ കയറി ഇറങ്ങുന്നു എന്നുള്ള വളരെ ബേസിക് ആയിട്ടുള്ള ആ ഒരു കണ്ടെത്തൽ പോലും ലഭിക്കാതിരിക്കാനാണ് CCTV ദൃശ്യങ്ങൾ നിഷേധിക്കുന്നത്, അവ നശിപ്പിക്കുന്നത് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഈ ഇരട്ട വോട്ടുകൾ നീക്കാനുള്ള സംവിധാനം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ടെന്നിരിക്കെ 25 ലക്ഷത്തിലധികം കള്ള വോട്ടുകൾ എങ്ങനെ ഹരിയാനയിൽ നടന്നു എന്നുള്ള ചോദ്യവും അദ്ദേഹം ഉയർത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇന്നത്തെ ഈ വാർത്താ സമ്മേളനത്തിലെ ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഒരു കാര്യം എന്നത്, നാളെ ബീഹാറിൽ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. നാളെ ബീഹാറിലെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ഇതേ രീതിയിലൊരു പ്രസൻറ്റേഷൻ നടത്താൻ തനിക്ക് കഴിയുമെന്ന് അദ്ദേഹം 100% ഉറപ്പ് നൽകുന്നു എന്നുള്ളതാണ്. മഹാരാഷ്ട്രയിലും അതുപോലെ തന്നെ ഹരിയാനയിലും നടന്ന അതേ വോട്ട് കൊള്ള ബീഹാറിലും ആവർത്തിക്കും, ഒരുപക്ഷെ ആവർത്തിച്ച് കഴിഞ്ഞു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിന് ഉദാഹരണമായി ബീഹാറിൽ നിന്നുള്ള വോട്ടർമാരെ, ബീഹാറിൽ നിന്നുള്ള ജനങ്ങളെ അദ്ദേഹം വേദിയിൽ കൊണ്ടുവരികയുണ്ടായി. 5 പേരെ വേദിയിൽ കൊണ്ടുവന്നിരുന്നു അദ്ദേഹം. ബീഹാറിലെ ധരംപൂർ എന്ന് പറയുന്ന ഗ്രാമത്തിൽ നിന്നുള്ള 5 പേരെയാണ് അദ്ദേഹം അവിടെ കൊണ്ടുവന്നത്. വോട്ടർ പട്ടികയെ, അതായത് SIR വോട്ടർ പട്ടികയുടെ തീവ്ര പരിഷ്കരണം നടന്നതിന് ശേഷവും വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കം ചെയ്യപ്പെട്ട ആളുകളാണവർ. അവരുടെ കൃത്യമായ പ്രതികരണങ്ങൾ ആ വേദിയിൽ അദ്ദേഹം കാണിക്കുകയുണ്ടായി. അതിലൊരാൾ പറയുന്നത് 2 തവണ വോട്ടർ പട്ടികയിലെ പുനഃപരിഷ്കരണത്തിന് ശേഷം തൻ്റെ പേരില്ല എന്ന് കണ്ട് 2 തവണ വേണ്ടപ്പെട്ട, അതായത് പറഞ്ഞിട്ടുള്ള അംഗീകൃതമായിട്ടുള്ള രേഖകളുമായി ഇവരെ സമീപിച്ചു, BLOമാരെ അടക്കം സമീപിച്ചെങ്കിലും തൻ്റെ പേര് ഇനിയും അതിൽ ചേർത്ത് കിട്ടിയിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത്തരത്തിൽ ധരംപൂർ എന്ന് പറയുന്ന ഗ്രാമത്തിൽ മാത്രം വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടിരിക്കുന്നത് 187 വോട്ടുകളാണ് എന്നുള്ളതാണ്. ഇത് ഒരേ ഒരു ഗ്രാമത്തിലെ
ഒരു ഭാഗത്തിൻ്റെ മാത്രം കഥയാണ്. ഇത്തരത്തിൽ ബീഹാറിലും ഇതേ വോട്ട് ചോരി ഒരുപക്ഷെ ഇതിലധികം തീവ്രതയിൽ നടന്നിട്ടുണ്ട്. അത് ബീഹാറിലെ തിരഞ്ഞെടുപ്പിന് ശേഷം ഇതേ രീതിയിൽ ഒരു പത്രസമ്മേളനം വിളിച്ചാൽ ഇതിലധികം തെളിവുകളോടെ തനിക്ക് സ്ഥാപിക്കാമെന്ന് അദ്ദേഹം അത്രയധികം ആത്മവിശ്വാസത്തോടെ തന്നെയാണ് ഉറപ്പ് നൽകുന്നത്. എന്തായാലും അദ്ദേഹം നേരത്തെ പറഞ്ഞിരുന്ന ഹൈഡ്രജൻ ബോംബ് ലോഡിംഗ് എന്ന് പറഞ്ഞായിരുന്നു അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിന് മുന്നോടിയായി അദ്ദേഹം പങ്കുവച്ചത്. ആ ഹൈഡ്രജൻ ബോംബ് എന്ന് പറയുന്ന ഒരു ഹരിയാന ബോംബായിരുന്നു. ഇന്ത്യൻ ജനാധിപത്യ തിരഞ്ഞെടുപ്പിലെ തന്നെ ഏറ്റവും വലിയ ഏറ്റവും ബൃഹത്തായിട്ടുള്ള വോട്ട് കൊള്ളയാണ് ഹരിയാനയിൽ നടന്നത് എന്നും അതിനെ സാധൂകരിക്കുന്ന തെളിവുകളുമാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്നിപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ശരി, ഗുരുതര ആരോപണങ്ങളാണ് രാഹുൽ ഗാന്ധി വെളിപ്പെടുത്തിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കം ക്രമക്കേടിന് കൂട്ടുനിന്നു എന്ന് തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ വെളിപ്പെടുത്തൽ ഉണ്ടായിരിക്കുന്നത്. വോട്ട് കൊള്ള തന്നെയാണ് ഹരിയാനയിൽ നടന്നിരിക്കുന്നത്. നാളെ ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. അതിനുശേഷം ഇതുപോലെ തന്നെ ബീഹാറിലെയും വിവരങ്ങൾ പുറത്തുവിടുമെന്ന് തന്നെയാണ് രാഹുൽ ഗാന്ധി വാർത്താസമ്മേളനത്തിലടക്കം അറിയിച്ചത്. അതുല്യ രാമചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.